ഹലോ, വെൽക്കം ബാക്ക് ടു രുചി എക്സ്പ്രസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കിടിലൻ ടേസ്റ്റുള്ള കൂന്തൽ ഫ്രൈ അല്ലെങ്കിൽ കണവ ഫ്രൈ ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള പൊറോട്ടയുടെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തി മാത്രമല്ല നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ല കിട്ടു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ല അടിപൊളിയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് കടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് രുചി എക്സ്പ്രസ് എന്ന് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കൂന്തൽ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ള കൂന്തൽ ഏകദേശം ഒരു 3/4 കിലോനാണ് കേട്ടോ വരുന്നത്. ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തലഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ കൂന്തലാണ്, നമുക്ക് വലുതാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇനി ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ആവശ്യമുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂന്തലിൻ്റെ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനൊരു അരമണിക്കൂറോളാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനത്തെ ഡിഷിന് നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓയിലാണെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ഇതിലോട്ട് നമുക്കിനി കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂന്തൽ ഒരുപാട് കൂന്തലുണ്ടെങ്കിൽ നമുക്ക് 2 ട്രിപ്പായിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒറ്റ ട്രിപ്പിനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി പഴകിയതാണ് കേട്ടോ, നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ യൂട്യൂബിൽ ലിങ്കൊക്കെ കിട്ടുമ്പോൾ കുറച്ച് കുക്കിംഗ് ഐറ്റംസൊക്കെ വാങ്ങിക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ വഴിയെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അടച്ചു വയ്ക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ കണ്ടോ, ഇതുപോലെ നല്ലോണം വെള്ളം പൊന്തി വരുന്നത് കാണാം. അപ്പോൾ വെള്ളം പൊന്തി വന്നാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ആ വെള്ളം നമുക്ക് നന്നായിട്ട് തന്നെ വറ്റി വരും. മാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും അയ്യോ മസാല ഒന്നും പിടിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അതൊക്കെ ഈ വെള്ളം വറ്റി വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. വെന്തിട്ടില്ല, ഏകദേശം ഒരു അരഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടെ അടച്ചു വെച്ച് ഞാനൊരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ ഏകദേശം ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ കൂന്തൽ പിടിച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറയാമല്ലോ, ഈ കൂന്തൽ റോസ്റ്റിനേക്കാളും കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ഈ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. പല കുട്ടികൾക്കും ഇപ്പോൾ റോസ്റ്റിൻ്റെ ടേസ്റ്റ് വലിയ താല്പര്യം ഉണ്ടാവില്ല, ഒരുപാട് മസാലയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്താൻ പോകുന്നത് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തിനാ അപ്പോൾ ഇതിൽ സവാള ആഡ് ചെയ്യുന്നത്, ഫ്രൈ ചെയ്യുമ്പോൾ സവാള ഒന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. എന്നാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക, കിടിലൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഫ്രൈക്ക്. ഇപ്പോൾ ഏകദേശം നമ്മുടെ കൂന്തൽ ഫ്രൈ ഒരു 1/4 ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു 1/4 ഭാഗം കൂടെ വേവിക്കാനുണ്ടല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ സവാളയും അതുപോലെ തന്നെ കൂന്തലും ഫ്രൈ ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ഇതേ ഒന്നും കൂടെ അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മുടെ സവാളൊക്കെ കൂന്തലിൽ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ മുഴുവനായി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സവാള ഒന്നും കാണില്ല എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ സവാള വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിക്കൂ, നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിന് മുകളിൽ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം തന്നെ ഇതിൽ ഓയിൽ ഉണ്ട്, അതുകൊണ്ട് ഞാനിനി ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ രുചി വിഭവങ്ങളുമായിട്ട് നമുക്ക് രുചി എക്സ്പ്രസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.